പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് അല്ലെങ്കിൽ വിനിയോഗിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സജീവമായ ചർച്ചകൾ നടത്തുക. ഒരുപക്ഷെ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായിരിക്കാം, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാകാം, അതല്ലെങ്കിൽ വിലക്കയറ്റമാകാം, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അനുകൂലമോ നിലവിലുള്ള ഗവൺമെൻറ്റിന് അനുകൂലമോ പ്രതികൂലമോ ആയ വികാരമാകാം, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാകാം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാകാം. ഇതിനെല്ലാം ഇടയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 30 വയസ്സിന് താഴെയുള്ള ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ്. കേരള ടോപ്സ് സ്റ്റേറ്റ് among unemployed youth who commit suicide. ആത്മഹത്യ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാസമ്പന്നരായ യുവാക്കളുടെ കാര്യത്തിൽ കേരളമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനായി കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 23 ലക്ഷത്തിൽ കൂടുതലാണ് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ഒരു 2006 മുമ്പൊക്കെ കേരള സംസ്ഥാനത്ത് SSLC പരീക്ഷ എഴുതി വിജയിക്കുന്ന കുട്ടികളുടെ പേഴ്സൻറ്റേജ് താരതമ്യേന ഇന്നത്തേതിനെ അപേക്ഷിച്ച് കുറവായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്ന ആളുകളുടെ എണ്ണവും കുറവായിരുന്നു. ചില പ്രദേശങ്ങളിൽ ചില സമുദായങ്ങൾക്കിടയിൽ പെൺകുട്ടികൾ നേരത്തെ വിവാഹിതരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവതികളിലൊരു ചെറിയ ശതമാനമെങ്കിലും വിവാഹമായി വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ 10ാം ക്ലാസ്സിലെ ഉയർന്ന തോൽക്കുന്ന ആളുകളുടെ ശതമാനം കൂടുതലായിരുന്നതുകൊണ്ട് അങ്ങനെ ആ 10ാം ക്ലാസ്സിൽ പഠനത്തോടുകൂടി പഠനം അവസാനിച്ചിരുന്ന യുവതികളായ ആളുകൾ, പുരുഷന്മാരുടെ കാര്യം മാത്രമല്ല, യുവതികൾക്കിടയിലും ഈ എഡ്യൂക്കേറ്റഡായ ആളുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കിടയിലുണ്ടാകുന്ന അസംതൃപ്തി, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായിരിക്കുമെന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. നന്ദി, നമസ്കാരം.